ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു നല്ല സ്വീറ്റാണ്. അതും ഗോതമ്പ് പൊടി വെച്ചിട്ടാണ്. ഇട്ടാൽ അലിഞ്ഞു പോകും, അതുപോലാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് മൈദ വേണമെങ്കിൽ എടുക്കാം. ഞാൻ ഹെൽത്തി ആയിട്ടുള്ളത് വേണ്ടിയിട്ടാണ് ഞാൻ ഗോതമ്പ് പൊടി എടുത്തത്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുക്കുക. അത് നമുക്ക് കുറച്ച് കട്ടിയുള്ളൊരു പാത്രം, അടിഭാഗം കട്ടിയുള്ളൊരു പാത്രം പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കണം. കാരണം നമ്മളിതൊരു 5 മിനിറ്റോളം ഈ പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അടി പിടിക്കാതിരിക്കാൻ നല്ല കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പാൽപ്പൊടി ഇട്ട് ഇത് 5 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം പാൽപ്പൊടി ഇടാൻ. എന്നിട്ട് അത് അധിക നേരം ഇളക്കേണ്ട ആവശ്യമില്ല. പാൽപ്പൊടി ഇട്ടതിന് ശേഷം അത് കരിഞ്ഞു പിടിക്കും. അപ്പം നമ്മളൊരു ഏകദേശം ഒരു സമയത്ത് പാൽപ്പൊടിയും രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പാൽപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഇതിലെ സ്വാദ് ഇരട്ടിയാവും. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പം നെയ്യ് എടുക്കുകയാണ്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ നെയ്യ് എടുക്കുകയാണ്. നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് ശരിക്കും നമ്മൾ വായിലിടുമ്പോൾ അലിഞ്ഞു പോകും. അതുപോലൊരു നല്ല ടേസ്റ്റാണ് ഈ സ്വീറ്റിന്. അതും ഗോതമ്പ് പൊടി വെച്ചിട്ടാവുമ്പോൾ നല്ല ഹെൽത്തിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടം പോലെ കൊടുക്കാം നമുക്ക്. വെളിയിൽ നിന്ന് വാങ്ങുന്നതിലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമുക്ക് ഈ നെയ്യ് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് മധുരം ഇതിലും കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയുള്ളൂ. അതും പൊടിച്ചത് വേണം ചേർക്കാനായിട്ട്. എന്നാലേ ഇതിൽ നന്നായിട്ട് മിക്സ് ആവത്തുള്ളൂ. പൊടിച്ച പഞ്ചസാര തന്നെ ചേർക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ കാര്യം കഴിഞ്ഞു. നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി അത് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടി നമ്മളൊരു ട്രേയിലോട്ട് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ആ മിക്സ്ചർ നമ്മൾ ആ ട്രേയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. അതിനുശേഷം നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ ഒരു 1/2 മണിക്കൂർ വെക്കുക. ഇതാ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കതൊന്ന് പുറകൊന്ന് തട്ടിക്കൊടുത്തിട്ട് താഴോട്ട് നല്ല ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുവാണ്. അങ്ങനെ നമ്മുടെ സ്വീറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.